സുഹൃത്തുക്കളെ, ഞാൻ അനിൽ MD നിങ്ങളെ ഏവരെയും ഹെറിറ്റേജ് സോണിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മത്സര പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവർ ഓർത്തിരിക്കേണ്ട ചില വിവരങ്ങളാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് രാജ്യത്താദ്യമായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് മാനസ്. സംസ്ഥാനത്തെ സ്റ്റീൽ ആക്രി വ്യാപാര സ്ഥാപനങ്ങളിലെ നികുതി വെട്ടിപ്പ് കണ്ടെത്താൻ സംസ്ഥാന GST വകുപ്പ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ പാം ട്രീ. ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖലയിലെ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട പരിശോധനയാണ് ഓപ്പറേഷൻ ഫാനം. സംസ്ഥാന വ്യാപകമായി ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താനുള്ള ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ ഉദ്യമമാണ് ഓപ്പറേഷൻ ലൈഫ്. രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ പിടികൂടാനുള്ള കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ ശ്രമമാണ് ഓപ്പറേഷൻ ധാർ. ചന്ദ്രന്റെ വിദൂര വശത്തു നിന്നു ശേഖരിച്ച കല്ലും മണ്ണുമടങ്ങിയ സാമ്പിളുകളുമായി ഭൂമിയിലെത്തി ചൈനയുടെ ചാങ് E6 ദൗത്യത്തിന്റെ റിട്ടേണർ പേടകം. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ഇന്ത്യ US ദൗത്യത്തിന്റെ പ്രൈം മിഷൻ പൈലറ്റായി ശുഭാൻശു ശുക്ലയും ബാക്കപ്പ് മിഷൻ പൈലറ്റായി മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരും തിരഞ്ഞെടുക്കപ്പെട്ടു. അന്തരീക്ഷവായു വലിച്ചെടുത്ത് കുതിക്കാൻ ശേഷിയുള്ള സ്ക്രാംജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് പറക്കൽ പരീക്ഷണം നടത്തുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ. ഈ പരീക്ഷണത്തിനുപയോഗിച്ച റോക്കറ്റാണ് രോഹിണി 560. ഗെയിൽ ഇന്ത്യ ലിമിറ്റഡ് ഹാസ് ഇൻസ്റ്റാൾഡ് ഇറ്റ്സ് ഫസ്റ്റ് ഗ്രീൻ ഹൗസ് പ്ലാന്റ് അറ്റ് വിജയപൂർ ഇൻ മധ്യപ്രദേശ്. ഝാർഖണ്ഡിലെ കസ്ത കൽക്കരി ഖനിയിൽ അണ്ടർഗ്രൗണ്ട് കോൾ ഗ്യാസിഫിക്കേഷൻ ലക്ഷ്യമിട്ട ഇന്ത്യയിലെ ആദ്യ പൈലറ്റ് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. വെർട്ടിക്കൽ ലിഫ്റ്റ് സ്പാൻ ഘടിപ്പിച്ചിട്ടുള്ള രാജ്യത്തെ ആദ്യ പാലമായി മാറി പുതിയ പാമ്പൻ റെയിൽവേ പാലം. കാശ്മീരിലെ ചെനാബ് നദിക്ക് കുറുകെ നദീതടത്തിൽ നിന്ന് 359 മീറ്റർ ഉയരത്തിലുള്ള നിർമ്മിതിയാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം. വേൾഡ് ക്രാഫ്റ്റ്സ് കൗൺസിൽ നൽകുന്ന വേൾഡ് ക്രാഫ്റ്റ് സിറ്റി ബഹുമതി നേടി ഇന്ത്യൻ നഗരം ശ്രീനഗർ. വന്യജീവികളുടെ മുഴുവൻ വിവരങ്ങളും ഉൾക്കൊള്ളുന്ന പട്ടിക തയ്യാറാക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യമായി ഇന്ത്യ. സെൻട്രൽ ഗവൺമെന്റ് ലോഞ്ച്ഡ് ദ പോർട്ടൽ ഫോണ ഓഫ് ഇന്ത്യ. നാഗാലാൻഡ് വൺ ദ ബെസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഹോർട്ടിക്കൾച്ചർ അവാർഡ് 2024. സീറോ വേസ്റ്റ് ടു ലാൻഡ് ഫിൽ അംഗീകാരം ലഭിച്ചത് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്. നീതി ആയോഗിന്റെ സുസ്ഥിര വികസന ലക്ഷ്യസൂചികയിൽ കേരളം തുടർച്ചയായി 4ാം തവണയും 1ാമതെത്തി. 1ാം സ്ഥാനം പങ്കിട്ടത് ഉത്തരാഖണ്ഡ്. ഹെൻലി ഗ്ലോബൽ പാസ്പോർട്ട് ഇൻഡെക്സ് അനുസരിച്ച് ലോകത്തെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ 1ാമതെത്തി സിംഗപ്പൂർ. മൈക്രോസോഫ്റ്റുമായി ബന്ധപ്പെട്ട് 2024 ആഗോള വ്യാപകമായി ലക്ഷക്കണക്കിന് കമ്പ്യൂട്ടറുകൾ നിശ്ചലമായ ദിവസമാണ് ജൂലൈ 19. സെബി launched the AI-powered chatbot Seva to assist its investors. Keir Starmer, new Prime Minister of UK, inducted Indian origin Lisa Yuvanandi as the Secretary of State for Culture, Media and Sports. യുനെസ്കോയുടെ സർഗാത്മക നഗര നെറ്റ്വർക്ക് സമ്മേളനത്തിൽ അവതരിപ്പിച്ച ബ്രാഗ മാനിഫെസ്റ്റോയിൽ യുനെസ്കോ സാഹിത്യ നഗരമായ കോഴിക്കോടും ഒപ്പുവെച്ചു. Belarus became the 10th full member of the Shanghai Cooperation Organization. യൂറോപ്യൻ യൂണിയനിലെ അംഗങ്ങളായ നോർവേയും അയർലൻഡും സ്പെയിനും പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചു. സ്വതന്ത്ര ഇന്ത്യയിൽ തുടർച്ചയായി 8ാം തവണയും ബജറ്റ് അവതരിപ്പിച്ചു ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന് ഗണതന്ത്ര മണ്ഡപം എന്നും അശോക ഹാളിന് അശോക മണ്ഡപം എന്നും പുനർനാമകരണം ചെയ്തു പ്രസിഡന്റ്.
കേരളത്തിലെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന് തിരുവനന്തപുരം നോർത്ത് എന്നും നേമം റെയിൽവേ സ്റ്റേഷന് തിരുവനന്തപുരം സൗത്ത് എന്നും പേരുമാറ്റി ഇന്ത്യൻ റെയിൽവേസ്. Kochi was the venue for the 46th Antarctic Treaty Consultative Meeting and the 26th Committee on Environmental Protection. Here is the end of this video. Thank you for watching.